ക്രിസ്തീയ വിശ്വാസികളോട് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സഭ എങ്ങനെയുള്ളതായിരിക്കണം എന്ന് ചോദിച്ചാൽ അവർക്ക് പറയുവാൻ ഉള്ളത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളായിരിക്കും. നന്നായിട്ട് പ്രസംഗിക്കുന്ന, നല്ല വചന പാണ്ഡിത്യമുള്ള, വാക്ചാതുര്യമുള്ള ഒരു പ്രസംഗകൻ ഉണ്ടെങ്കിൽ അവിടെ പോകുവാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, അവിടെ ചേക്കേറുന്നവരുണ്ട്. ചില ആളുകൾ പറയുന്നത് സഭയിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണം, അടയാളങ്ങൾ നടക്കണം, പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, മരിച്ചവരൊക്കെ ഉയർക്കണം, അങ്ങനെയുള്ള ഒരു സഭയിൽ ചെന്ന് ആരാധിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നവരുണ്ട്. വേറെ ചിലരാകട്ടെ സഭയുടെ കെട്ടും മട്ടും ഒക്കെ കണ്ട് അതിൽ ആകൃഷ്ടരായി അവിടെ അംഗത്വം എടുത്ത് ആരാധിക്കുവാൻ പോകുന്നവരുണ്ട്. മറ്റു ചിലരാകട്ടെ വർഷിപ്പ് ലീഡേഴ്സും അതൊക്കെയാണ് അവർ പരിഗണിക്കുന്നത്. അങ്ങനെ പല നിലകളിൽ ഉള്ള ചിന്ത ആണ് വാസ്തവത്തിൽ പലർക്കും ഉള്ളത്. ചിലരാകട്ടെ ഏറ്റവും മെച്ചപ്പെട്ടതായ ആളുകൾ കൂടുന്ന എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ സ്റ്റാൻഡേർഡുള്ള ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിൽ ചെന്ന് അവിടെ അംഗത്വം എടുത്ത് അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നാം പഠിക്കുമ്പോൾ എവിടെയാണ് നാം ദൈവത്തെ ആരാധിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അതിന് വചനപ്രകാരമുള്ള ഒരു ഉത്തരം, ദൈവം എവിടെയാണോ ഉള്ളത് അവിടെ വേണം നാം ദൈവത്തെ ആരാധിക്കുവാൻ. എല്ലാമുണ്ട്, നല്ല പ്രസംഗകരുണ്ട്, നന്നായിട്ട് വചന പാണ്ഡിത്യം ഉള്ളവരുണ്ട്, വർഷിപ്പ് ലീഡേഴ്സുമുണ്ട്. മാത്രമല്ല കെട്ടിലും മട്ടിലും ഒക്കെ അമ്പര ചുംബികളാകുന്ന കെട്ടിടങ്ങളിൽ ചെന്ന് ആരാധിക്കുവാൻ അവസരം ലഭിച്ചവരുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും ദൈവം അവിടെ ഇല്ല എങ്കിൽ അവിടെ ആരാധിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം? എവിടെ ദൈവത്തെ ആരാധിക്കണം എന്ന് ചോദിച്ചാൽ ദൈവം എവിടെയുണ്ടോ, ദൈവ സാന്നിധ്യം എവിടെയുണ്ടോ അവിടെ ആരാധിക്കുവാനായിരിക്കണം നമ്മുടെ ഹൃദയം വെമ്പൽ കൊള്ളേണ്ടത്. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാതെ നിവൃത്തിയില്ല, എവിടെയാണ് ദൈവമുള്ളത്? ഇന്നത്തെ പല സഭകളിലും എല്ലാവരും അവകാശപ്പെടുന്നത് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ട്, ഞങ്ങളുടെ നടുവിൽ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ വചനം പഠിച്ചു കഴിഞ്ഞാൽ ഈ അവകാശവാദങ്ങൾക്കൊന്നും വലിയ കഴമ്പില്ല എന്ന് പരമാർത്ഥ ഹൃദയമുള്ളവർക്ക് മനസ്സിലാകും. കാരണം സഭകളിൽ നടക്കുന്ന വൃത്തികേടുകളും ദൈവത്തിന് അനിഷ്ടമായിട്ടുള്ള കാര്യങ്ങളും കണ്ട് അവിടെ അങ്ങ് വസിക്കുന്ന ഒരു ദൈവമാണോ നമ്മുടെ ദൈവം? ഞാൻ വിശുദ്ധൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നരുളി ചെയ്ത ദൈവത്തിൻ്റെ വാക്കിന് എപ്പോഴെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ? ദൈവം ആരോടെങ്കിലും ഏതെങ്കിലും നിലയിൽ കോംപ്രമൈസിന് തയ്യാറാകുന്നുണ്ടോ? ഒന്നുമില്ല. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അശുദ്ധിയുള്ളിടത്ത് ദൈവം വസിക്കുന്നില്ല. അതുപോലെ പക്ഷം പിടുത്തം, പക, പിണക്കം, വൈരാഗ്യം, വെറുപ്പ്, അധികാരത്തിനു വേണ്ടിയുള്ള, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, അങ്ങനെ ഉള്ള ചിന്തകൾ ഉള്ളവരുടെ നടുവിൽ ദൈവത്തിന് എങ്ങനെ വസിക്കുവാൻ കഴിയും? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ 20-ാമത്തെ വാക്യത്തിൽ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഇത് പറഞ്ഞത് ലവദോക്യ സഭയുടെ ദൂതനോടാണ്. ലവദോക്യ സഭയ്ക്ക് എന്താ പറ്റിയത്? കർത്താവ് പറയുന്നു, നിൻ്റെ പ്രവൃത്തി എനിക്കറിയാം, നീ ശീതവാനും അല്ല ഉഷ്ണവാനും അല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നു കളയും. ലവദോക്യ സഭയെക്കുറിച്ച് പറയുന്നത്, ഞാൻ ധനവാനാണ്, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് ദൈവത്തെ കൊണ്ട് ആവശ്യമില്ല, എനിക്ക് ദൈവത്തെ വിളിക്കേണ്ട ഗതികേടില്ല. കാരണം എനിക്ക് എന്നിൽ തന്നെ ശക്തിയുണ്ട്. ഞാൻ ആഗ്രഹിച്ചാൽ, ഞാൻ വിചാരിച്ചാൽ, ഞാൻ പ്ലാൻ ചെയ്താൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവത്തെ കൂടുതൽ മുറുകെ പിടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ ആത്മാവിൽ ദരിദ്രനല്ല, ഞാൻ സമ്പന്നനാണ്, എനിക്ക് ശക്തിയുണ്ട്. അതാണ് ലവദോക്യ സഭ. കർത്താവ് പറയുന്നു, അതുകൊണ്ട് ഞാൻ സഭയ്ക്ക് വെളിയിലാണ്, ഞാൻ അവിടെ ഇല്ല. കർത്താവ് പറയുകയാണ്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുകയാണ്. ഏത് വാതിക്കൽ? ഇവിടെ ദൈവമുണ്ട് എന്ന്
അഭിമാനിക്കുന്ന 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവിടെ ഉണ്ടെന്നുള്ള അവകാശവാദം ഉന്നയിക്കുന്ന സഭയോട് കർത്താവ് പറയുകയാണ്, ഞാനില്ല, ഞാൻ സഭയ്ക്ക് വെളിയിലാണ്, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുകയാണ്. ആരെങ്കിലും ദൈവശബ്ദം കേട്ട് വാതിലെന്ന് തുറന്നാൽ, എന്ന് പറഞ്ഞാൽ എനിക്ക് കർത്താവേ നിന്നെ ആവശ്യമുണ്ട്, അവിടുത്തോടുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തെ ഒരുക്കുന്നു, എനിക്ക് അങ്ങയുടെ സാന്നിധ്യം ആവശ്യമുണ്ട്, എനിക്ക് അങ്ങേ വേണം, എൻ്റെ ആത്മാവ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ ദാഹിക്കുന്നത് പോലെ ദാഹിക്കുകയാണ്. അങ്ങനെ ഒരു ദാഹത്തോടെ ആരെങ്കിലും ദൈവത്തിൻ്റെ ശബ്ദത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുവാനുണ്ടെങ്കിൽ കർത്താവ് പറയുന്നു, അവിടെയാണ് ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ദാഹമില്ലാത്ത മനുഷ്യരുടെ നടുവിൽ ദൈവം എങ്ങനെ വസിക്കും? വചനത്തിനു വേണ്ടിയുള്ള ആർത്തിയോ വിശപ്പോ ഇല്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ നടുവിൽ ദൈവം എങ്ങനെ വസിക്കും? ദൈവം എവിടെയുണ്ടോ അവിടെ നാം ദൈവത്തെ ആരാധിക്കുവാൻ മനസ്സ് വയ്ക്കുക. ദൈവം എവിടെയാണുള്ളത്? ഐക്യതയുള്ളിടത്ത് ദൈവമുണ്ട്, സ്നേഹമുള്ളിടത്ത് ദൈവമുണ്ട്. അതുപോലെ ദൈവം എവിടെയാണ് ഉള്ളത്? താഴ്മയുള്ളിടത്ത് ദൈവമുണ്ട്. വചനം അനുസരിക്കുന്നവരുടെ നടുവിൽ ദൈവമുണ്ട്. കർത്താവിനെ ഭയപ്പെടുന്നവരുടെ നടുവിൽ ദൈവമുണ്ട്. അബ്രഹാം പറഞ്ഞു, ഈ സ്ഥലത്ത് ദൈവമില്ല നിശ്ചയം എന്ന് പറഞ്ഞതുപോലെ ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്ന പല സ്ഥലങ്ങളിലും ദൈവമില്ല, ദൈവ സാന്നിധ്യമില്ല എന്ന് തിരിച്ചറിഞ്ഞ് ദൈവസാന്നിധ്യത്തിനു വേണ്ടി കൊതിക്കുന്ന മനസ്സുമായിട്ട് ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി ദാഹിക്കുന്നവരാകുവാൻ, ആത്മാവിൽ വിശക്കുന്നവരാകുവാൻ, ആത്മാവിലുള്ള വിശപ്പും ദാഹമുള്ളവരാകുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.